ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഈ 2026-ലും 2025-ലും നടന്നിട്ടുള്ള +2 ലെവലൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ GK ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാ GK ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മളുടെ കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ ബയോളജി, ജിയോഗ്രഫി, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പുതിയ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ കോട്ടകൾ ശക്തിപ്പെടുത്തുന്നതിന് ഡച്ചുകാർ സഹായം ചെയ്തു. ഡച്ചുകാർ തദ്ദേശീയ ഭിഷഗ്വരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർട്ടസ് മലബാറിക്കസ് തയ്യാറാക്കി. ഹോർത്തൂസ് മലബാറിക്കസ് എന്നാണ് കേട്ടോ, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ വന്നതാണ്. ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. 1ഉം 3ഉം മാത്രമാണ് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരി. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? തിരുവിതാംകൂർ രാജാവായിട്ടുള്ള മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അതിലെന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. വർഷം ഓർത്തിരിക്കണേ, 1741. ഡച്ചുകാർ തദ്ദേശീയ ഭിഷഗ്വരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കി. ഹോർത്തൂസ് മലബാറിക്കസ് ആരാണ് തയ്യാറാക്കിയത്? വാൻ റീഡ് ആണ് അല്ലേ. അദ്ദേഹത്തെ സഹായിച്ച എന്താണ് അന്നത്തെ ഒരു ആയുർവൈദ്യനാണ് ആര് എന്ന് പറയുന്നത്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് പറയുക. 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 3 മാത്രം എന്നുള്ളതാണ് കേട്ടോ. വേലുക്കുട്ടി അരയനാണ് തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കാൻ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ എന്നാണ് രൂപീകരിക്കുന്നത്? 1920 അതിൽ നേതൃത്വപരമായിട്ടുള്ള നല്ലൊരു പങ്ക് വഹിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയനാണ്. വേലുക്കുട്ടി അരയൻ. ഇനി പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബാ ഗാന്ധിയും രാജഗോപാലാചാരിയും ക്ഷേത്രപ്രവേശനത്തിന് പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗണ്ട നടത്തി. പയ്യന്നൂരിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കെ കേളപ്പൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ്? ഗൾഫ് സ്ട്രീം. ഓപ്ഷൻ എ അറ്റ്ലാന്റിക്. അറ്റ്ലാന്റിക്കിലെ ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ് എന്ത് എന്ന് പറയുന്നത്? ഗൾഫ് സ്ട്രീം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ് അല്ലേ. ഉപദ്വീപീയ നദികളിലെ ഏറ്റവും വലിയ നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് അല്ലേ. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. താഴെ പറയുന്നവയിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിന്റെ ഒരു രൂപമല്ലാത്തത്? ആണവോർജമാണ് കേട്ടോ. ആണവോർജം എന്തിൽ പെടുന്നതാണ്? ബ്രൗൺ എനർജിയിൽ പെടുന്നതാണ് അല്ലേ. സൗരോർജം, ജലവൈദ്യുതി, തിരമാല ഊർജം എന്നിവയാണ് ഗ്രീൻ എനർജിയാണ്. അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ സോഴ്സ് തീർന്നു പോകില്ല. അപ്പോൾ ഇവിടെ ആണവോർജമാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിൻ്റെ രൂപം അല്ലാത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഏത് മതത്തിലെ സേവനജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരഗുരു PRDA സ്ഥാപിച്ചത്? ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങളാണ് കേട്ടോ. ഇവിടെ ക്രിസ്ത്യൻ മതം എന്നും കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ഹിന്ദു മതം എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നേരെ ക്രിസ്ത്യൻ മതത്തിൽ പോയിട്ട് കുത്തും അല്ലേ. പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വിവേചനപരമായിട്ടുള്ള അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? PRDS സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലേ. അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ത് സ്ഥാപിച്ചത്? PRDS സ്ഥാപിച്ചത്. തപോമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിൻ്റെ രചയിതാവിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ സന്തോഷ് കുമാർ എഴുതിയ ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥിയായി ഗോപാൽ ബറുവയെ ചിത്രീകരിച്ചിരിക്കുന്നു.
2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാര ഇടനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 വയലാർ അവാർഡ് ലഭിച്ചു അല്ലേ. അപ്പോൾ 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സബോമയിയുടെ അച്ഛൻ എന്ന നോവലിന് ആർക്കാണ് ലഭിച്ചത്? ഈ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത്. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഈ സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരി ഇടനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ധകാരി ഇടനാഴി എന്ന് പറയുന്ന നോവൽ ആരുടെയാണ്? ഈ സന്തോഷ് കുമാറിൻ്റെയാണ്. അതിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഓർത്തിരിക്കണേ. ഇനി പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈഴവ സ്മാരകം, പാലിയം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, വില്ലുവണ്ടി സമരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആദ്യം വില്ലുവണ്ടി സമരം, പിന്നീട് ഈഴവ സ്മാരകം, പിന്നീട് വരുന്നത് വൈക്കം സത്യാഗ്രഹം, പിന്നീട് പാലിയം സത്യാഗ്രഹം. ഒന്ന് നോക്കിയേ, വില്ലുവണ്ടി സമരം വർഷം എത്രയാണ്? 1893 ഓർത്തിരിക്കുക. വില്ലുവണ്ടി സമരം എത്രയാണ്? 1893. ശേഷം വരുന്നത് ഏതാണ്? ഈഴവ സ്മാരകം. അതെന്താണ്? 1896 സമർപ്പിച്ചൊരു നിവേദനമാണ് ഈഴവ സ്മാരകം എന്ന് പറയുന്നത്. അതാണ് ഈഴവ മെമ്മോറിയൽ, അതാണ് കേട്ടോ പറയുന്നത് ഈഴവ സ്മാരകം എന്ന്. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം. എപ്പോഴാണ് വർഷം? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ശേഷം എന്ത് നടക്കുന്നുണ്ട്? 1947 പാലിയം സത്യാഗ്രഹം. അപ്പോൾ ഇതാണ് അതിൻ്റെ കാലക്രമം എന്ന് പറയുന്നത് അല്ലേ. എന്താണ്? വില്ലുവണ്ടി സമരം 1893, ഈഴവ മെമ്മോറിയൽ 1896, പിന്നീട് നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം 1924, പിന്നെ ഏതാണ്? പാലിയം സത്യാഗ്രഹം 1947. ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ആൻസർ. 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ഒരു പദ്ധതിയാണ്, ഒരു നടപടിയാണ് അതിൽ ഇല്ലാത്തത്. ഉള്ളത് നോക്കിക്കേ, 500 GW അജൈവ ഇന്ധന ഊർജ്ജം കൈവരിക്കുക, 2030 സമ്പദ് വ്യവസ്ഥയുടെ കാർബൺ തീവ്രത 45% കുറയ്ക്കുക, 2030 1 ബില്യൺ ടൺ കാർബൺ ഉത്സർജനം കുറയ്ക്കുക. ഇത്രയുമാണ് COP26 നടന്നിട്ടുണ്ടായിരുന്ന കാലാവസ്ഥാ നടപടിയിൽ അവർ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 500 GW അജൈവ ഇന്ധന ഊർജ്ജം കൈവരിക്കുക, 2030 സമ്പദ് വ്യവസ്ഥയുടെ കാർബൺ തീവ്രത 45% കുറയ്ക്കുക, 2030 1 ബില്യൺ ടൺ കാർബൺ ഉത്സർജനം കുറയ്ക്കുക. അപ്പോൾ COP26 വേദി എവിടെയാണ്? ഗ്ലാസ്ഗോയാണ്. COP26 വേദി എവിടെയാണ്? ഗ്ലാസ്ഗോയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തൂക്കിലേറ്റിയ വർഷം 1599 എന്നുള്ള പ്രസ്താവന ഇവിടെ തെറ്റാണ്. നോക്കൂ, വാസ്കോഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം ഏതാണ്? 1498. സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേരുന്നത്. കോഴിക്കോട് ഡച്ചുകാർ എത്തുന്നത് എന്നാണ്? 1604. ഇന്ത്യയിൽ വെച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഡച്ചുകാരെ പരാജയപ്പെടുത്തി മാർത്താണ്ഡവർമ്മ അല്ലേ എന്നാണ് 1741 കുളച്ചൽ യുദ്ധത്തിലൂടെ. അപ്പോൾ ഈ ശരിയായിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പഠിച്ചിരിക്കുക. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772. ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ. ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. ശരിയായിട്ടുള്ള 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. എയും ഡിയും ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം ഏതാണ്? 1772 സംക്ഷേപ വേദാർത്ഥം എന്താണ് അച്ചടിച്ചിറക്കുന്നത്? 1772 ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് എന്നാണ്? 1841 1841 കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ശ്രദ്ധിച്ചേ. ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാളം പത്രങ്ങളാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ തെറ്റാണ് അല്ലേ? രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നത് എന്നാണ്? 45 47 1847 രാജ്യസമാചാരം പ്രസിദ്ധീകരിക്കുന്നത്. അത് ചോദിക്കാറുണ്ട്. ആ പ്രസിദ്ധീകരണം എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നാണ് നമ്മുടെ പശ്ചിമോദയം രാജ്യസമാചാരം 1847 എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരണം തുടങ്ങുന്നത് കേട്ടോ. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? രാജ്യസമാചാരമാണ് അല്ലേ? അടുത്ത നോക്കിയേ. ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്തൊരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ് അല്ലേ? ചർച്ച് മിഷൻ സൊസൈറ്റി ആണ് 1812 കോട്ടയത്ത് കോളേജ് സ്ഥാപിക്കുന്നത്. പക്ഷേ 1812 വർഷം 1817 കേട്ടോ. ചർച്ച് മിഷൻ സൊസൈറ്റി 1817 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിക്കുന്നത്. താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. ജോൺ എം മാർട്ടിനിസ് ആണ് ഊർജ്ജതന്ത്രത്തിന് 2025 നോബൽ പുരസ്കാരം നേടിയത് കേട്ടോ. ഇതിലാണ് നമ്മുടെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോബൽ സമ്മാനം ഒന്നും കണ്ടിട്ടില്ല. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ഡി 130 കേട്ടോ. 130 സി ആണ് നമ്മുടെ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാതയായിട്ട് പറയുന്നത്. നദീസമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ് കേട്ടോ. 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ് നദീസമതലങ്ങളിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ ഡാഷ് എന്നറിയപ്പെടുന്നു. നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നീർത്തടങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും NCERT ക്വസ്റ്റ്യൻ ആണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി താപവിപര്യം എന്നാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ പറയുന്നത് കേട്ടോ. താപവിപര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബ്രസീലിലാണ് കേട്ടോ. കാരജാസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രസീലിലാണ്. എന്താണ് പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയാണ് കാരജാസ് എന്ന് പറയുന്നത്. എവിടെയാണ്? ബ്രസീലിൽ. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്തുക. 1982 നിലവിൽ വന്നു. കാർഷിക മേഖല വികസനം, ഗ്രാമീണ മേഖല വികസനം, ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനം. നബാർഡാണ് കേട്ടോ. നബാർഡാണ് കാർഷിക മേഖലാ വികസനത്തിനും ഗ്രാമീണ മേഖലാ വികസനത്തിനും ഫണ്ട് കൊടുക്കുന്ന, വായ്പ നൽകുന്ന ഒരു ഉന്നത സ്ഥാപനമാണ് എന്ത് എന്ന് പറയുന്നത്? നബാർഡ് എന്ന് പറയുന്നത്. എന്നാണ് വന്നത്? 1982 നബാർഡ് നിലവിൽ വരുന്നത്. ചരക്ക് സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 12ഉം 28ഉമാണ് കേട്ടോ. 12% 28% എന്ന് പറഞ്ഞിട്ടുള്ള 2 സ്ലാബാണ് GSTയിൽ നിന്ന് എടുത്തൊഴിവാക്കിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശമാണ് കേട്ടോ. പ്രായപൂർത്തി വോട്ടവകാശമാണ് നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒന്നുമില്ലാണ്ട് ഒരുപോലെ പാസ്സാക്കിയിട്ടുള്ള വിഷയം പ്രായപൂർത്തി വോട്ടവകാശം. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക.
ഓപ്ഷൻ എ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത എന്നീ മൂന്ന് വാക്കുകളാണ് 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചത്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 40% കേട്ടോ. 40% നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത്. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? ഓപ്ഷൻ എ കിൻഫ്രയാണ് കേട്ടോ. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്ന കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്രയാണ്. താഴെ പറയുന്നതിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ വേവ്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. മെഴുക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത് എല്ലാം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ വെള്ളി. ഏറ്റവും നല്ല വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം? ഓപ്ഷൻ എ ദീപാവലി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ സി കെ കേളപ്പൻ. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ബി വക്കം മൗലവി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി അരുണ ആസിഫ് അലി ആണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ഓപ്ഷൻ എ നവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? നവി മുംബൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. കൃത്രിമോപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിൽ നിന്നാണ്. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻ സി മുരിങ്ങയാണ് കേട്ടോ. ചുവടെ പറയുന്നവയിൽ കായിക പ്രജനനം, ലൈംഗിക പ്രത്യുൽപാദനം എന്നീ 2 രീതിയിലും പുതിയ മുളകൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതാണ്? മുരിങ്ങയാണ്. ഇലമുളച്ചി എങ്ങനെയാണ്? കായിക പ്രജനനം വഴി മാത്രമേ ഉള്ളൂ കേട്ടോ. ദഹനരസങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കരൾ എന്താണ്? പിത്തരസമാണ്. ആഗ്നേയഗ്രന്ഥി ആഗ്നേയരസമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്.
ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എവിടുത്തെയാണ്? ആമാശയത്തിലെ എന്താണ് ദഹന രസമാണ് എന്ന് പറയുന്നത് ജൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ഈ സംഭരണിയിലെ ജലത്തിലെ ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി നിർമ്മിച്ച ഡാമുകളിലെ റിസർവോയറുകളിൽ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നു. ആ സംഭരണിയിലെ ജലത്തിന്റെ ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. ഏറെ നാൾ മണ്ണിൽ കിടന്നാൽ പോലും നശിക്കാത്തതും ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയതുമായ അവയവങ്ങളാണ് പല്ലുകൾ. എന്നാൽ അവ വായ്ക്കുള്ളിൽ വെച്ച് തന്നെ നശിക്കുന്നതിന് കാരണക്കാർ ഡാഷ് ആണ്. ബാക്ടീരിയകൾ. ഭാഷാശാസ്ത്ര മേഖലയിലെ ആദിഭാഷ എന്ന കൃതി രചിച്ച വ്യക്തിയുടെ പേര്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഡിലനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആയി മാർത്താണ്ഡവർമ്മ നിയമിച്ചു. 1865 പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായിരുന്നു. ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തതെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഡിലനോയിയെ തിരുവിതാംകൂർ സേനയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരാണ് നിയമിച്ചത്? മാർത്താണ്ഡവർമ്മയാണ്. എന്നാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്? 1865 ആയില്യം തിരുനാളിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്. വർഷം ഓർത്തിരിക്കണേ, 1865 പണ്ടാരപ്പാട്ട വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ? CP രാമസ്വാമി അയ്യരായിരുന്നു ദിവാൻ. 1946 ഇടക്കാല സർക്കാരിൽ ആർക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല നൽകിയത്? ഓപ്ഷൻ എ C രാജഗോപാലാചാരി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല 1946 ഇടക്കാല മന്ത്രിസഭയിൽ വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഡാഷിലെ ഒരു സംരക്ഷിത ഇനമാണ് സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ഒരു സംരക്ഷിത ഇനമാണ് എന്ന് പറയുന്നത്? സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത്. ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിടുന്നത്? ഈ കൊടുത്തതെല്ലാം എന്താണ്? ആത്മനിർഭർ ഭാരതിന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, വ്യാവസായിക മേഖലയിൽ വേഗത്തിലുള്ള സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് ഊന്നൽ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളും ശക്തിപ്പെടുത്തുക. ഈ 3 പോയിന്റും പഠിച്ചിരിക്കണേ. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്? ഓപ്ഷൻ ബി കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ ADS കേട്ടോ. അവർക്കാണ് എന്ത് ചെയ്തത്? 1000 രൂപ ഗ്രാന്റ് നടപ്പിലാക്കിയത്. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻ സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി പീയൂഷ് ഗോയൽ ആണ് കേട്ടോ. ഇന്ത്യയുടെ മൈൻ സെക്രട്ടറി ആരാണ്? പീയൂഷ് ഗോയൽ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹോൾ ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി മഹേന്ദ്ര സിംഗ് ധോണിയാണ് കേട്ടോ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ദി ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് മഹേന്ദ്ര സിംഗ് ധോണി. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ എ മുതുകുളം രാഘവൻ പിള്ളയാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ഏതാണ്? ബാലനാണ്. അതിന്റെ തിരക്കഥാകൃത്ത് ആരാണ്? മുതുകുളം രാഘവൻ പിള്ള. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? നീലദർപ്പൺ, ദിനബന്ധു മിത്ര, രംഗഭൂമി രവീന്ദ്രനാഥ ടാഗോർ, ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് കേട്ടോ. നീൽ ദർപ്പൺ ആരുടെയാണ്? ദിനബന്ധു മിത്രയുടെയാണ്. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായത്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 ശരിയല്ല. എന്താണ് കാരണം? 2015 ജനുവരി 1 എന്ത് സ്ഥാപിക്കുന്നത്? നീതി ആയോഗ് സ്ഥാപിക്കുന്നത്. ബാക്കി നോക്കിയേ, ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ്. സഹകരണ ഫെഡറലിസമാണ് മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത്. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഡി കടൽ കാറ്റ്.
സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഓപ്ഷൻ ബി കൃഷ്ണ. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? ഓപ്ഷൻ എ അറ്റോൾ ആണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരാണ് അറ്റോൾ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ഓപ്ഷൻ ബി ബാബർ ആണ് കേട്ടോ. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക് കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ബാബർ ആണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി നല്ല മലയാണ് കേട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണ്? നല്ല മല. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്? ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം? ഓപ്ഷൻ ബി ഹീമോഫീലിയ. തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം? മെനിഞ്ചസ്. കാൽസ്യം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി ഓസ്റ്റിയോപോറോസിസ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി നിപ്പ. നിപ്പ നമുക്കറിയാലോ, നിപ്പ വൈറസ് ആണ്. ക്ഷയരോഗത്തിന്റെ രോഗകാരി ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലേ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് എന്തിൻ്റെ? ക്ഷയരോഗത്തിൻ്റെ രോഗമാണ്. ഡിഫ്തീരിയയ്ക്കാണെങ്കിലോ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് നമ്മുടെ ഡിഫ്തീരിയയുടെ രോഗാണു എന്ന് പറയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഭുവൻ. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാകുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ? ഓപ്ഷൻ ഡി ബ്രാഹ്മണി മഹാനദി ഡെൽറ്റയാണ് ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഓപ്ഷൻ ബി ആറളം വന്യജീവി സങ്കേതം. താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ബ്രിട്ടീഷുകാരെ വെണ്ണീച്ചൻ എന്ന് വിളിച്ചു, സഹോദര സംഘം സ്ഥാപിച്ചു, മോക്ഷപ്രദീപം ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്, സ്വാമി തോപ്പിൽ ജനിച്ചു. ഓപ്ഷൻ ഡി 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. സ്വാമി തോപ്പിലാണ് ജനിച്ചത്. ബ്രിട്ടീഷുകാരെ വെണ്ണീച്ചൻ എന്ന് വിളിച്ചു. സഹോദര സംഘം ആരാണ് സ്ഥാപിക്കുന്നത്? അയ്യപ്പനാണ് അല്ലേ? സഹോദരൻ അയ്യപ്പനാണ് എന്ത് സ്ഥാപിക്കുന്നത്? സഹോദര സംഘം സ്ഥാപിക്കുന്നത്. മോക്ഷപ്രദീപം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. സൈനികമോ വിദ്യാസംബന്ധമോ ആയ പ്രാബല്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല. വകുപ്പ് 18. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും ഇതിൻ്റെ ഏതു രൂപത്തിലുമുള്ള ആചരണം വിലക്കുകയും ചെയ്തിരിക്കുന്നു. വകുപ്പ് 17. മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെയും നിരോധനം ഏതിലാണ്? വകുപ്പ് 23. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. ശരിയായിട്ടുള്ളത് നോക്കിയേ. എന്താണ്? ബഹുമതികൾ നിർത്തലാക്കൽ ഏതാണ് വകുപ്പ്? വകുപ്പ് 18. പിന്നെന്താണ്? ഐത്താചാരണം ഏതാണ്? ഐത്ത നിരോധനം ആർട്ടിക്കിൾ ഏതാണ്? വകുപ്പ് 17. അടുത്തത് നമ്മുടെ അടിമത്തം നിരോധിക്കൽ ഏതാണ്? വകുപ്പ് 23. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പേസ് ഡോക്കിംഗ് നേട്ടം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇതിൽ സ്പാഡെക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ എന്താണ്? സ്പേഡെക്സ് എന്നാണ് കേട്ടോ. സ്പേഡെക്സ് എന്നാണ് നമ്മുടെ സ്പേസ് ഡോക്കിങ്ങിൻ്റെ അതിൻ്റെ പേര് കേട്ടോ. സ്പേഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ എ EMSൻ്റെയാണ് കേട്ടോ. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ കായിക താരം?
ഓപ്ഷൻ സി മനു ഭാക്കറാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ കായിക താരമാരാണ് മനു ഭാക്കർ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ഓപ്ഷൻ ബി നബാർഡാണ് കേട്ടോ. നബാർഡാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി? ഓപ്ഷൻ എ KN രാജ്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഓപ്ഷൻ ബി സുസ്ഥിര വികസനം. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. ഇത് രണ്ടും എന്താണ്? രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ്. ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. ലോകസഭാ സ്പീക്കർ പദവി എവിടുന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടംകൊണ്ടിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ എവിടുന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എവിടുന്നാണ് കടംകൊണ്ടിരിക്കുന്നത്? അയർലൻഡിൽ നിന്നാണ് അല്ലേ? അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടംകൊണ്ടിരിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏവ? ഓപ്ഷൻ ബി ആണ് 3ഉം 2ഉമാണ്. 3ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ എന്തില്ല? അധികാരമില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള എന്തുണ്ട്? അധികാരം മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് നമുക്ക് നിലവിലെ നോക്കിയാൽ മതി. നിലവിലെ N ശേഷാദ്രിനാഥനാണ് കേട്ടോ. ശേഷാദ്രിനാഥനാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? N ശേഷാദ്രിനാഥൻ. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം? ഓപ്ഷൻ ബി കണ്ടല ലഹള. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരമാണ് കണ്ടല ലഹള. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല? ഓപ്ഷൻ ഡി എറണാകുളം. ചെറിയ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി നിശാന്തത. ചെറിയ കുട്ടികളിൽ എന്താണ്? നിശാന്തത കണ്ടുവരാറില്ല. ചെങ്കണ്ണ്, ചിക്കൻ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ എന്താണ്? ചെറിയ കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളാണ്. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉമാണ് അല്ലാത്തത്. അഭിനവ കേരളവുമല്ല, ആദിഭാഷയുമല്ല. നളാഗമങ്ങൾ, ഇടയ നാടകങ്ങൾ ആരുടെയാണ്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. നളാഗമങ്ങൾ, ഇടയ നാടകങ്ങൾ ആരുടെയാണ്? മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. അഭിനവ കേരളം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ്. ആദിഭാഷ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധീകരണമാണ്. കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണക്കാരനായ ദിവാൻ ആരാണ്? സി ഷൺമുഖം ചെട്ടിയാണ് അല്ലെ? CR ഷൺമുഖം ചെട്ടിയാണ് കൊച്ചിയിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് കാരണമായ ദിവാൻ എന്ന് പറയുന്നത്. ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? ഓപ്ഷൻ സി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട്. പ്രശസ്തമായ കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടക്കുന്നത്. 1809 ജനുവരി 11.
താഴെ പറയുന്നവയിൽ പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 2ഉം 3ഉമാണ് കേട്ടോ. മഹാനദിയും കൃഷ്ണയുമാണ് എന്താണ് പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മഹാനദി, കൃഷ്ണ, മറന്നു പോകല്ലേ. മഹാനദി, കൃഷ്ണ എന്നിവയാണ് പൂർവ്വഘട്ടത്തെ മുറിച്ചൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിഷന്റെ പ്രകാരമായിരുന്നു, നിർദ്ദേശപ്രകാരമായിരുന്നു 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത്. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സമൂഹശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച സർവകലാശാല? ഓപ്ഷൻ എ ബോംബെ സർവകലാശാല. അലൂമിനിയത്തിന്റെ മുഖ്യ അയിര് ഏതാണ്? ഏതാണ്? ബോക്സൈറ്റ് ആണല്ലേ, സ്ഥിരമായിട്ട് വരുന്നതാണ്. അലൂമിനിയത്തിന്റെ മുഖ്യ അയിര് ഏതാണ്? ബോക്സൈറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി വിനാഗിരിയിലാണ് അല്ലേ. ഏതിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത്? വിനാഗിരിയിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. ആരാണ് ഓക്സിജൻ ഗ്യാസ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ജോസഫ് പ്രീസ്ലി ആണ്. ഓക്സിജൻ ആരാണ് കണ്ടുപിടിച്ചത്? ജോസഫ് പ്രീസ്ലി. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. 1893 വർഷം. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി കണ്ണൂരാണ് കേട്ടോ. കേരളത്തിലെ ഫോക്ലോർ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 50 ക്വസ്റ്റ്യനും പുറത്ത് ഒരു പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ കുറേ കണ്ടില്ലേ, കുറേ ക്വസ്റ്റ്യൻസൊക്കെ NCERT നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അറിയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെയുള്ള ബാക്കി 3 ഓപ്ഷനും കൂടെ കണ്ടെത്തിയിട്ട് പഠിക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം. ഞാൻ പറഞ്ഞു VFAയുടെ ക്ലാസ് 27-ാം തീയതി മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാവേ.